ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ട നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോസ് എങ്ങനെ അല്ലെങ്കിൽ ഫോട്ടോസ് എങ്ങനെ നമുക്ക് റീകവർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണണം. അതിൻ്റെ എല്ലാ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതികളൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അതിന് മുന്നിലുള്ള ഒരുപാട് വീഡിയോസിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൂടെ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്ത് സെറ്റിംഗ്സിൽ മോർ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാം. ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ USB ഡിബാഗിംഗ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് കൊടുക്കണം. ടിക്ക് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇതിനുവേണ്ടി ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായി ഡാറ്റ കേബിൾ വഴി കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് കമ്പ്യൂട്ടറുമായി കണക്ട് ആവുന്നത്. അത് 100% കമ്പ്യൂട്ടറുമായി കണക്ട് ആയി. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. കുറച്ച് കണ്ട് നേരെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അത് എങ്ങനെയാണെന്ന് സംശയം ചോദിക്കാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഐഡന്റിഫൈ യുവർ ഡിവൈസ്. എൻ്റെ മൊബൈൽ ഡിവൈസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ കാണാം സെലക്ട് ദി ടൈപ്പ് ഓഫ് ഫയൽ വാണ്ട് ടു റീകവർ എന്ന്. ഏതൊക്കെ ഫയലുകളാണ് നിങ്ങൾക്ക് റീകവർ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിന് മുന്നേ ഇവിടെ കാണുന്ന നിങ്ങൾ ഓക്കെ കൊടുക്കുക, ആലോ കൊടുക്കുക. ഏതൊക്കെയാണ് വേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് മാത്രമാണ് എങ്കിൽ കോണ്ടാക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ മെസ്സേജ് മാത്രമാണെങ്കിൽ മെസ്സേജ്, കാൾ ഹിസ്റ്ററി വേണമെങ്കിൽ കാൾ ഹിസ്റ്ററി, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ. ഇപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് ഗാലറി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കാൻ ഫോർ ഡിലീറ്റഡ് ഫയൽസ്, ഓൺലി സ്കാൻ ഡിലീറ്റഡ് ഫയൽസ് എന്ന് കാണാം. അല്ലെങ്കിൽ സ്കാൻ ഫോർ ആൾ ഫയൽസ് എന്ന് കാണാം. നിങ്ങളുടെ ഫോണിലെ എല്ലാ ഫയലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ ഫോർ ആൾ ഫയൽസ് കൊടുക്കുക. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മോഡ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് സ്കാൻ ഫോർ ഡിലീറ്റഡ് ഫയൽസ് മാത്രമാണ്. ഡിലീറ്റ് ആയ ഫയൽ മാത്രം സ്കാൻ ചെയ്യാനാണ്. നിങ്ങൾക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം.
എൻ്റെ ഫോൺ റൂട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. റൂട്ട് പെർമിഷൻ ചോദിക്കുകയാണ്, റൂട്ട് പെർമിഷൻ കൊടുക്കാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എൻ്റെ ഫോണിൻ്റെ മോഡലും കാര്യങ്ങളും. സാംസങ് GT സോഫ്റ്റ്വെയർ റിവ്യൂസ് നിന്നും കാണാം, എല്ലാം കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗാലറി എന്ന ഫോൾഡറിലൂടെ 601ഓളം ഫോട്ടോസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം എൻ്റെ ഡിലീറ്റ് ആയ ഫയലുകൾ മാത്രമാണ്. ഇത് 100% ആകുമ്പോഴേക്കും ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം ഡിലീറ്റ് ആയിട്ടുണ്ടോ അത്രത്തോളം ഫോട്ടോസുകൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 1% ആയിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്കിവിടെ കാണാൻ 630 സ്കാൻ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫോട്ടോസുകളുടെ എണ്ണം ഇവിടെ കൂടി വരുന്നതാണ്. പക്ഷെ ഒരുപാട് സമയം ഇതിനെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഗാലറി എന്ന് ടിക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്രയും ഫോട്ടോസുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 100% ആകുമ്പോഴേക്കും ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ അത് മുഴുവനാക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാ ഫോട്ടോസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇവിടെ 100% ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഫോട്ടോസ് നിങ്ങൾക്കായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. ഇവിടെ കാണാം ഫോട്ടോസുകൾ സ്കാൻ ചെയ്യുന്നത്. അങ്ങനെ 100% ഇപ്പോൾ ആയിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം എല്ലാ ഫയലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ കോൺടാക്ട്, വാട്സപ്പ് മെസ്സേജ്, നോർമൽ മെസ്സേജ്, അങ്ങനെ എല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഇത്രയും ഫോട്ടോസ് അല്ലെങ്കിൽ ഇത്രയും മെസ്സേജുകൾ ഇവിടെ സ്കാൻ ചെയ്ത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിൽ ശ്രമിക്കുക. കിട്ടാൻ സമയം കുറവാണ്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ തൽക്കാലം